നക്ഷത്രങ്ങളാൽ വിരചിതമായ ഈ പ്രപഞ്ച രഹസ്യത്തിൽ ചില നക്ഷത്രങ്ങൾ വെറും പ്രകാശബിന്ദുക്കളല്ല, അവ ജീവിതത്തിന്റെ ആഴമേറിയ തത്വശാസ്ത്രങ്ങൾ പേറുന്ന അത്ഭുതങ്ങളാണ്. അത്തരത്തിൽ നിഗൂഢതകളും തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളും ഒളിപ്പിച്ചു വെച്ച ഒരു നക്ഷത്രമാണ് അനിഴം. ആകാശഗംഗയുടെ ഹൃദയഭാഗത്ത് വൃശ്ചികം രാശിയുടെ ആഴങ്ങളിൽ ഒരു കുടയുടെ ആകൃതിയിൽ വിരിഞ്ഞു നിൽക്കുന്ന ഈ നക്ഷത്രം ജ്യോതിഷത്തിലെ വെറും കണക്കുകൂട്ടലല്ല, മറിച്ച് കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി സ്വയം സ്ഫുടം ചെയ്തെടുത്ത ഒരാത്മാവിന്റെ വിജയഗാഥയാണ്. നിങ്ങളൊരു അനിഴം നക്ഷത്രക്കാരനാണോ? എങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു ശാന്ത സമുദ്രം പോലെയല്ല, മറിച്ച് അടിയൊഴുക്കുകളുള്ള ആഴക്കടൽ പോലെയാണ്. പുറമേ കാണുന്ന ശാന്തതയ്ക്കപ്പുറം മറ്റാരും അറിയാത്ത ഒരു വലിയ ലോകം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ വീഡിയോ അനിഴം നക്ഷത്രക്കാരുടെ ആരും കാണാത്ത കാണാപ്പുറങ്ങളിലേക്കുള്ള ഒരു തീർത്ഥാടനമാണ്. എന്തുകൊണ്ടാണ് ഈ നക്ഷത്രക്കാർ ആൾക്കൂട്ടത്തിനിടയിലും വേറിട്ട് നിൽക്കുന്നത്? എന്താണ് ഇവരുടെ ജീവിതത്തിന് പിന്നിലെ അദൃശ്യമായ ചാലകശക്തി? നമുക്ക് ആ രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശാം. അനിഴം നക്ഷത്രത്തിന്റെ ചിഹ്നം താമരയാണ്. എന്തുകൊണ്ടാണ് താമരയെ ഈ നക്ഷത്രത്തിന്റെ പ്രതീകമായി നമ്മുടെ പൂർവികർ തിരഞ്ഞെടുത്തത് എന്നത് വളരെ ചിന്തനീയമാണ്. താമരയുടെ വേരുകൾ കിടക്കുന്നത് ചെളിയിലാണ്, എന്നാൽ അതിന്റെ പൂവ് വിരിയുന്നത് സൂര്യപ്രകാശത്തിലേക്കാണ്. ഒരു അനിഴം നക്ഷത്രക്കാരന്റെ ജീവിതവും ഇതിന് സമാനമാണ്. കഷ്ടപ്പാടുകളുടെയും അവഗണനകളുടെയും കുടുംബപരമായ പരാധീനതകളുടെയും ചെളിയിൽ നിന്നാണ് ഇവർ ജീവിതം ആരംഭിക്കുന്നത്. ബാല്യകാലത്തോ കൗമാരത്തിലോ ഇവർ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ മറ്റാരും അറിഞ്ഞെന്നു വരില്ല. എന്നാൽ ആ പ്രതിസന്ധികളൊന്നും ഇവരെ നശിപ്പിക്കുന്നില്ല. പകരം ഒരു താമരപ്പൂവിനെ പോലെ അഴുക്കിനോടൊട്ടാതെ ആത്മീയതയുടെയും ആത്മവിശ്വാസത്തിന്റെയും വെളിച്ചത്തിലേക്ക് വളരാൻ അവരെ പ്രാപ്തരാക്കുന്നു. പ്രതിസന്ധികളിൽ തളരാത്ത ഈ മനക്കരുത്താണ് അനിഴത്തെ മറ്റ് നക്ഷത്രങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഒന്നാമത്തെ ഘടകം. അനിഴം നക്ഷത്രത്തിന്റെ അധിപൻ മിത്രൻ എന്ന ദേവനാണ്. സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒത്തുതീർപ്പിന്റെയും ദേവനാണ് മിത്രൻ. എന്നാൽ ഈ നക്ഷത്രത്തെ നിയന്ത്രിക്കുന്ന ഗ്രഹം കർക്കശക്കാരനായ ശനി ഭഗവാനുമാണ്. ഈ രണ്ട് ഊർജങ്ങളുടെയും ഒരു അപൂർവ സംഗമമാണ് അനിഴം. ശനി നൽകുന്ന അച്ചടക്കവും പരീക്ഷണങ്ങളും ഒരു വശത്ത്, മിത്രൻ നൽകുന്ന സ്നേഹവും നയതന്ത്രജ്ഞതയും മറുവശത്ത്. അതുകൊണ്ട് തന്നെ അനിഴം നക്ഷത്രക്കാർ അസാമാന്യമായ കാര്യശേഷിയുള്ളവരായിരിക്കും. ലോകത്തിന് മുഴുവൻ സ്നേഹം നൽകാൻ ആഗ്രഹിക്കുമ്പോഴും അനീതിക്കെതിരെ പ്രതികരിക്കാനുള്ള ഒരു അഗ്നിപർവ്വതം ഇവർ ഉള്ളിൽ കൊണ്ടു നടക്കുന്നു. മറ്റുള്ളവർക്ക് വഴികാട്ടാനും തകർന്ന ബന്ധങ്ങളെ വിളക്കിച്ചേർക്കാനും ഇവർക്കുള്ള കഴിവ് അത്ഭുതകരമാണ്. അനിഴം നക്ഷത്രക്കാർ ഒരു വലിയ രഹസ്യമാണ്. അവരുടെ ചിരിക്ക് പിന്നിൽ ഒരുപക്ഷെ വലിയൊരു വേദനയുടെ കഥയുണ്ടാകും. അവരുടെ മൗനത്തിനു പിന്നിൽ 1000 ചോദ്യങ്ങളുണ്ടാകും. വൃശ്ചികം രാശിയുടെ ഈ നക്ഷത്രം പലപ്പോഴും നിഗൂഢമായ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കാറുണ്ട്. മനുഷ്യന്റെ മനസ്സിന്റെ ഇരുണ്ട കോണുകളെ വായിച്ചെടുക്കാൻ ഇവർക്ക് ജന്മന സിദ്ധിയുണ്ട്. ഒരാളെ കാണുമ്പോൾ തന്നെ അവരുടെ സ്വഭാവം തിരിച്ചറിയാനുള്ള ഇവരുടെ അതീന്ദ്ര ജ്ഞാനം പലപ്പോഴും മറ്റുള്ളവരെ ഞെട്ടിക്കാറുണ്ട്. എന്നിട്ടും സ്വന്തം ജീവിതത്തിലെ പല കാര്യങ്ങളും ഇവർക്ക് വലിയ പ്രഹേളികയായി തുടരുന്നു. ഈ വീഡിയോയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് അനിഴം നക്ഷത്രക്കാരുടെ സ്വഭാവ വിശേഷതകളിലൂടെ മാത്രമല്ല, മറിച്ച് അവരുടെ ജീവിതത്തിലെ അറിയാപ്പുറങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണത്. അവരുടെ കരിയർ, വിവാഹം, പ്രണയം, സാമ്പത്തികം, ആരോഗ്യം എന്നിവയെല്ലാം എങ്ങനെ ഈ നക്ഷത്ര പ്രഭാവത്താൽ സ്വാധീനിക്കപ്പെടുന്നു എന്ന് നമ്മൾ വിശദമായി പരിശോധിക്കും. കൂടാതെ അനിഴം നക്ഷത്രക്കാർ നേരിടുന്ന വെല്ലുവിളികളും അവയെ മറികടക്കാനുള്ള ആത്മീയവും പ്രായോഗികവുമായ പരിഹാരങ്ങളും ഈ യാത്രയിൽ നമുക്ക് കണ്ടെത്താം. നിങ്ങൾ ഒരു അനിഴം നക്ഷത്രക്കാരനാണെങ്കിൽ ഇത് നിങ്ങളുടെ തന്നെ ആത്മകഥയാണ്. നക്ഷത്ര രഹസ്യങ്ങളിലേക്കുള്ള ആഴമേറിയ യാത്ര നമുക്കിവിടെ ആരംഭിക്കാം. ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ 17ാമത്തെ നക്ഷത്രമാണ് അനിഴം. വൃശ്ചിക രാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രം ശനി ഭഗവാന്റെ ആധിപത്യത്തിന് കീഴിലാണ് വരുന്നത്. സംസ്കൃതത്തിൽ അനുരാധ എന്ന് വിളിക്കപ്പെടുന്ന ഈ നക്ഷത്രത്തിന്റെ അർത്ഥം രാധയ്ക്ക് പുറകെയുള്ളത് അല്ലെങ്കിൽ വിജയത്തിന് പിന്നാലെ വരുന്നത് എന്നാണ്. ആകാശത്ത് കുടയുടെ ആകൃതിയിലോ താമരയുടെ ആകൃതിയിലോ കാണപ്പെടുന്ന ഈ നക്ഷത്ര സമൂഹം മനുഷ്യജീവിതത്തിലെ ഏറ്റവും സങ്കീർണവും എന്നാൽ മനോഹരവുമായ ഭാവങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അനിഴം നക്ഷത്രത്തിന്റെ ദേവൻ മിത്രനാണ്. സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ദേവനാണ് മിത്രൻ. അതുകൊണ്ട് തന്നെ അനിഴം നക്ഷത്രക്കാർ ലോകത്തിലെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരിക്കും. സൂര്യന്റെ 12 രൂപങ്ങളിൽ ഒന്നായ മിത്രൻ ഐക്യത്തെയും സഹകരണത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ നക്ഷത്രത്തെക്കുറിച്ച് പലർക്കും അറിയാത്ത ഒരു പുരാണ കഥയുണ്ട്. രാധയും കൃഷ്ണനും തമ്മിലുള്ള അഗാധമായ പ്രണയത്തിന്റെ പ്രതീകമായും ഈ നക്ഷത്രത്തെ കാണാറുണ്ട്. അനുരാധ എന്ന പേര് തന്നെ രാധയുടെ പാത പിന്തുടരുന്നവൾ എന്നാണ് അർത്ഥമാക്കുന്നത്. ഭക്തിയുടെയും അർപ്പണബോധത്തിന്റെ പരകോടിയിലാണ് ഈ നക്ഷത്രത്തിന്റെ ഊർജം. ലൗകിക സുഖങ്ങളെക്കാൾ ഉപരിയായി ഒരു ഉയർന്ന ലക്ഷ്യത്തിന് വേണ്ടിയുള്ള അന്വേഷണമാണ് ഇവരുടെ ജീവിതം. സമൂഹത്തിൽ അനിഴം നക്ഷത്രക്കാർക്ക് തനതായ ഒരു വ്യക്തിത്വമുണ്ട്. ഇവരുടെ ചില സവിശേഷതകൾ നമുക്ക് നോക്കാം. ശത്രുതയിലുള്ള രണ്ടു കൂട്ടരെ തമ്മിൽ യോജിപ്പിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. നയതന്ത്രജ്ഞത ഇവരുടെ രക്തത്തിലുണ്ട്. അനിഴം നക്ഷത്രക്കാർ സ്വന്തം നാട്ടിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ശോഭിക്കുന്നത് വിദേശത്തോ ജന്മനാട്ടിൽ നിന്ന് അകന്ന സ്ഥലങ്ങളിലോ ആയിരിക്കും. യാത്രകൾ ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്.
ഒരു ലക്ഷ്യം നിശ്ചയിച്ചാൽ അത് നേടിയെടുക്കുന്നതുവരെ വിശ്രമിക്കാൻ ഇവർ തയ്യാറാകില്ല. ശനിയുടെ സ്വാധീനം ഇവരിൽ കഠിനാധ്വാനം ചെയ്യാനുള്ള മനോഭാവം വളർത്തുന്നു. വൃശ്ചികം രാശി ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഉള്ളിലിരിപ്പ് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. പുറമെ ശാന്തരായി കാണപ്പെടുമെങ്കിലും ഉള്ളിൽ ചിന്തകളുടെ വലിയൊരു മഹാസമുദ്രം തന്നെയുണ്ടാകും. ഏതൊരു നാണയത്തിനും രണ്ടു വശങ്ങളുള്ളതുപോലെ അനിഴം നക്ഷത്രക്കാർക്കും ഗുണങ്ങളും പരിമിതികളും ഉണ്ട്. സൗഹൃദത്തിലും പ്രണയത്തിലും ഇവർ കാണിക്കുന്ന വിശ്വസ്തത തുല്യതയില്ലാത്തതാണ്. ഭൗതികമായ നേട്ടങ്ങൾക്കിടയിലും ഇവർ ഒരു ആത്മീയ സമാധാനം തേടിക്കൊണ്ടിരിക്കും. സംഘാടനശേഷി ഇവരുടെ വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. പല ആളുകളെ ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കും. എത്ര വലിയ ദുഃഖവും ഉള്ളിലൊതുക്കി പുഞ്ചിരിക്കാൻ ഇവർക്ക് കഴിയും. പെട്ടെന്ന് ദേഷ്യം വരികയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ആ ദേഷ്യം അധിക നേരം നീണ്ടു നിൽക്കില്ല. ചില സമയങ്ങളിൽ ഇവർ അകാരണമായ ഭയത്തിനും വിഷാദത്തിനും അടിപ്പെടാറുണ്ട്. ഒറ്റപ്പെടൽ ഇവരെ വല്ലാതെ തളർത്തും. സ്വന്തം തീരുമാനങ്ങളിൽ അമിതമായി വാശി കാണിക്കുന്നത് ചിലപ്പോൾ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കും. ദഹന സംബന്ധമായ പ്രശ്നങ്ങളും പാരമ്പര്യമായി കിട്ടുന്ന ചില അസുഖങ്ങളും ഇവരെ അലട്ടാറുണ്ട്. അനിഴം നക്ഷത്രത്തെക്കുറിച്ച് അധികമാരും ചർച്ച ചെയ്യാത്ത ചില വശങ്ങളുണ്ട്. ജ്യോതിഷം, മാന്ത്രിക വിദ്യ, സൈക്കോളജി തുടങ്ങിയ നിഗൂഢ കാര്യങ്ങളിൽ ഇവർക്ക് ജന്മനാ താല്പര്യമുണ്ടാകും. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുള്ള ഒരു അതീന്ദ്ര ജ്ഞാനം ഇവർക്കുണ്ട്. അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ 32 വയസ്സെന്നത് വലിയൊരു വഴിത്തിരിവാണ്. അതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് ആ കാലയളവിന് ശേഷം ശമനം വരികയും വലിയ ഉയർച്ചകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. മിക്ക അനിഴം നക്ഷത്രക്കാർക്കും അമ്മയുമായുള്ള ബന്ധത്തിൽ വലിയ സ്നേഹമുണ്ടായിരിക്കുമെങ്കിലും ചില വൈകാരികമായ അകൽച്ചകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ അമ്മയുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ഇവരെ വല്ലാതെ സ്വാധീനിക്കും. ആൾക്കൂട്ടത്തിനിടയിലും താൻ ഒറ്റപ്പെട്ടവനാണെന്ന ഒരു തോന്നൽ പലപ്പോഴും ഇവരെ വേട്ടയാടാറുണ്ട്. ഈ ഏകാന്തതയാണ് അവരെ സർഗാത്മകമായ കാര്യങ്ങളിലേക്ക് നയിക്കുന്നത്. ഭരണരംഗം, രാഷ്ട്രീയം, നയതന്ത്രം, ഖനനം, പെട്രോളിയ വ്യവസായം, വൈദ്യശാസ്ത്രം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ ഇവർ തിളങ്ങുന്നു. കൃത്യമായ പ്ലാനിങ്ങും കഠിനാധ്വാനവും ആവശ്യമായുള്ള ഏതൊരു ജോലിയിലും അനിഴം നക്ഷത്രക്കാർ വിജയിക്കും. നേതൃസ്ഥാനങ്ങൾ ഇവരെ തേടിയെത്തും. അനിഴം നക്ഷത്രക്കാരുടെ കുടുംബജീവിതം സമ്മിശ്രമായിരിക്കും. പങ്കാളിയെ സ്നേഹിക്കുന്നവരാണെങ്കിലും അത് പ്രകടിപ്പിക്കുന്നതിൽ ഇവർക്ക് ചില പരിമിതികളുണ്ട്. എന്നിരുന്നാലും ഉത്തരവാദിത്തമുള്ള കുടുംബനാഥനായോ കുടുംബനാഥയായോ ഇവർ പ്രവർത്തിക്കും. മക്കളോട് വളരെയധികം വാത്സല്യം കാണിക്കുന്നവരായിരിക്കും ഇവർ. അനിഴത്തിന്റെ 4 പാദങ്ങൾക്കും വ്യത്യസ്തമായ സ്വഭാവങ്ങളാണ് ഉള്ളത്. ചിങ്ങം നവാംശത്തിൽ ഉൾപ്പെട്ട അനിഴം 1-ാം പാദക്കാർ ആത്മവിശ്വാസം കൂടുതലുള്ളവരും പ്രശസ്തി ആഗ്രഹിക്കുന്നവരുമായിരിക്കും. കന്നി നവാംശത്തിൽ ഉൾപ്പെട്ട അനിഴം 2-ാം പാദക്കാർ ബുദ്ധിശക്തിയും കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവും കൂടുതലുള്ളവരായിരിക്കും. തുലാം നവാംശത്തിൽ ഉൾപ്പെട്ട അനിഴം 3-ാം പാദക്കാർ സംഗീതം, കല എന്നിവയിൽ താല്പര്യം കൂടുതലുള്ളവരായിരിക്കും. വൃശ്ചിക നവാംശത്തിൽ ഉൾപ്പെട്ട അനിഴം 4-ാം പാദക്കാർ വൈകാരികത കൂടുതലുള്ളവരും നിഗൂഢമായ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ അനിഴം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കുമ്പോൾ എടുത്തുചാട്ടം ഒഴിവാക്കി ക്ഷമയോടെ കാര്യങ്ങൾ തീരുമാനിക്കുക. കൃത്യമായ ഭക്ഷണ രീതിയും വ്യായാമവും ശീലമാക്കുക. ശനിയാഴ്ചകളിൽ ശാസ്താവിനെയോ ഹനുമാൻ സ്വാമിയെയോ വന്ദിക്കുന്നത് ഗുണകരമാണ്. നീലയോ കറുപ്പോ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഊർജം നൽകും. തെറ്റായ കൂട്ടുകെട്ടുകളിൽ പെടാതെ ശ്രദ്ധിക്കുക. കാരണം മറ്റുള്ളവരുടെ സ്വാധീനത്താൽ ഇവർ വഴിതെറ്റാൻ സാധ്യതയുണ്ട്. അനിഴം നക്ഷത്രം എന്നത് കേവലം ഒരു ജന്മനക്ഷത്രമല്ല, മറിച്ച് പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമാണ്. ഓരോ അനിഴം നക്ഷത്രക്കാരനും ഒരു യാത്രയിലാണ്. തന്നിലെ തന്നെ ഏറ്റവും മികച്ച പതിപ്പിനെ കണ്ടെത്താനുള്ള യാത്ര. ലൗകികമായ വിജയങ്ങൾക്കിടയിലും മനുഷ്യത്വവും സ്നേഹവും കൈവിടാത്തവരാണ് ഇവർ. ഭൂമിക്കടിയിലെ വേരുകൾ ചെളിയിലാണെങ്കിലും ആകാശത്തിലേക്ക് ശിരസുയർത്തി വിരിഞ്ഞു നിൽക്കുന്ന താമരയെപ്പോലെ പ്രതിസന്ധികളെ വിജയഗാഥകളാക്കി മാറ്റാനുള്ള അപാരമായ കരുത്ത് അനിഴം നക്ഷത്രക്കാർക്കുണ്ട്. ജീവിതത്തിന്റെ ഏതു ഘട്ടത്തിലും തളരാതെ മുന്നേറാനുള്ള ഈ നക്ഷത്രത്തിന്റെ കരുത്ത് തന്നെയാണ് ഇവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്ന സൗഹൃദത്തിന്റെ വിളക്കുമാടങ്ങളായി അനിഴം നക്ഷത്രക്കാർ എന്നും സമൂഹത്തിൽ തിളങ്ങി നിൽക്കുന്നു.